കഴിഞ്ഞിട്ടുണ്ട്. പരമ്പരാഗത വ്യവസായ മേഖലയിൽ നല്ല മുന്നേറ്റം ഉണ്ടായപ്പോൾ തൊഴിലാളികളുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടായി. കേരളത്തിൻ്റെ സാമ്പത്തിക ശക്തി വർദ്ധിക്കുന്നതിനും ഇടയാക്കി. ഇത്തരത്തിൽ കൃത്യമായ ദിശാബോധമുള്ള ഇടപെടലുകളാണ് ഈ കഴിഞ്ഞ പതിറ്റാണ്ട് ഉണ്ടായിട്ടുള്ളത്. ആ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇതാണ് ആമുഖമായി പറയാനുള്ളത്. വളരെ സന്തോഷമല്ലേ? അത് ഇപ്പോഴെങ്കിലും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. ഈ ഏറ്റവും വലിയ സംവാദത്തിൻ്റെ സ്ഥലം അസംബ്ലിയാണ്. അസംബ്ലി സാധാരണ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപുള്ള അസംബ്ലി എന്ന് പറഞ്ഞാൽ ഈ ഭരണപക്ഷത്തെ അങ്ങനെ എരിവരി കൊള്ളിക്കുമല്ലോ പ്രതിപക്ഷം, ഏത് പ്രതിപക്ഷമായാലും. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയില്ല. ഈ കഴിഞ്ഞ അസംബ്ലിയിൽ എന്താ ഉണ്ടായത്? കഴിഞ്ഞ അസംബ്ലിയിൽ ആദ്യഘട്ടം നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. 3 ദിവസം ചർച്ചയുണ്ട്. 2 ദിവസം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. ഒരു ദിവസം കാട്ടിക്കൂട്ടി കണക്കൊപ്പിച്ചു എന്ന് പറയാം. പിറ്റത്തെ 3 ദിവസം ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ആ ചർച്ചയിലും അവരുണ്ടായില്ല, ബഹിഷ്കരിച്ചു. യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള അവസരമില്ല. അത് ഇനി ഇതുമാത്രമല്ല, അത്തരമൊരു സഭാ സമ്മേളനമാകുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കൊള്ളരുതായ്മകളുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പുറത്തു കൊണ്ടുവരുമല്ലോ. മന്ത്രിമാരുടെ അഴിമതി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉന്നയിക്കണമല്ലോ. ഒന്നും ഉന്നയിച്ചില്ലല്ലോ, ഒന്നും ഉന്നയിക്കാനില്ലല്ലോ. പിന്നെ അടിയന്തര പ്രമേയം, ഒരടിയന്തര പ്രമേയം അവതരിപ്പിച്ചില്ലല്ലോ. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണല്ലോ. ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഗവൺമെൻറ്റിനെതിരെ ഒരു കുറ്റവിചാരണ നടത്താൻ പ്രതിപക്ഷം തയ്യാറാവുമല്ലോ. ഏത് പ്രതിപക്ഷമായാലും അതിനവർക്ക് ഏറ്റവും പറ്റിയ മാർഗ്ഗം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരില്ലാണ്. അവിശ്വാസം പാസ്സാവുന്നുള്ളവരില്ല, നല്ലതുപോലെ ഗവൺമെൻറ്റിനെതിരെ പറയാൻ എന്താ ചെയ്ത് പലതും ചെയ്തു. അപ്പം ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടുന്ന നിലയുണ്ടായത്. എന്തുകൊണ്ടാണ്? സഭാതലത്തിൽ പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കിട്ടും. ആ മറുപടി താങ്ങാൻ അവർക്ക് കഴിയില്ല. എന്തെങ്കിലും ഇവിടെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് പോലുള്ള ഒരു നുണയും അവിടെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞാൽ നേരെ ചൊവ്വേ മറുപടി കിട്ടുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒളിച്ചുകൂടുകയാണ് ഉണ്ടായത്. ഇതാണ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ച നില. ഇപ്പോൾ കേരളത്തിൽ എല്ലാ ദിവസവും കേരളത്തിൻ്റെ കഴിഞ്ഞ പതിറ്റാണ്ടിലുണ്ടായ വികസനത്തിൻ്റെ ചില കാര്യങ്ങൾ അതാണ് പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞു പോകുന്നത്. സാധാരണഗതിയിൽ അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നുണ്ടാവും. അതിനെന്തെങ്കിലും മറുപടി അദ്ദേഹം ഇതേപോലെ പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങൾ ഇപ്പോഴും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. ആദ്യം കേരളത്തിൻ്റെ വികസനത്തിൽ എന്ത് പങ്കുവഹിച്ചു? ഈ 10 വർഷം നാടിൻ്റെ വികസന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യകരമായ സമീപനം സ്വീകരിച്ചിരുന്നു? ഏറ്റവും പ്രധാന പ്രശ്നം, നമ്മുടെ നാടിന് അർഹതപ്പെട്ടത് കേന്ദ്രം നിഷേധിക്കുന്നു. അങ്ങനെ നിഷേധിക്കുമ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ ഈ UDF 2018 മഹാപ്രളയം. ആ 18 നോക്കിയാൽ 2 വർഷം മുൻപ് കേരളത്തിൽ അധികാരത്തിലിരുന്നവരല്ലേ. 16 വരെ മാറി മാറി അധികാരത്തിലിരുന്നവരല്ലേ. അപ്പോൾ സാധാരണഗതിയിൽ അവർ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തെ അവഗണിക്കുക, കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കുക എന്നൊക്കെ വരുമ്പോൾ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തണ്ടേ? ശബ്ദമുയർത്തിയോ? കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ പാർലമെൻറ്റിൽ നിരനിരയായി ഇരിക്കുന്ന UDF MPമാരുണ്ടല്ലോ, ആരെങ്കിലും സംസാരിച്ചോ? മാത്രമല്ല, ഞങ്ങൾ
യു ഡി എഫിനോട് ആവശ്യപ്പെട്ടു. ഇത് കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നമാണല്ലോ, ഞങ്ങളൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്, ഒരു പ്രക്ഷോഭം നടത്താൻ പോകുന്നുണ്ട്, നിങ്ങളും കൂടി സഹകരിക്കണം. ഞങ്ങളില്ല എന്നല്ലേ സമീപനം. ഇതൊരു LDFൻ്റെ വിഷയമല്ലല്ലോ, നാടിൻ്റെ വിഷയമല്ലേ. എന്തുകൊണ്ടാണ് അതിൽ സഹകരിക്കാൻ തയ്യാറാകാതിരുന്നത്? അത്തരം ഘട്ടത്തിലും പാർലമെൻറ്റിനകത്ത് UDF MP-മാർ സംസാരിക്കുമ്പോൾ അവർ ചെയ്തത് ഗവൺമെൻറ്റിനെ ന്യായീകരിക്കലായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിനെ, കേരള ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുകയും കേരളത്തെ ആക്ഷേപിക്കുകയും ചെയ്യുക, കേന്ദ്ര ഗവൺമെൻറ്റിനെ ന്യായീകരിക്കുക, ഇതല്ലേ ചെയ്തത്. എന്തുകൊണ്ടാണ് കേരളത്തെ അവഗണിക്കുക എന്നതിന് പകരം കേരളത്തെ തകർക്കുന്ന എന്ന് പറയുന്നതായിരിക്കും. കേരളത്തെ തകർക്കാൻ ഉതകുന്ന സമീപനം സ്വീകരിക്കുന്ന BJPയെ അവരുടെ മനസ്സിന് ചെറിയ നോവൽ പോലും ഒരു വിഷമവും അവർക്കുണ്ടാകരുത് എന്ന നിർബന്ധം എന്തിനാണ് UDF കൊണ്ടാടുന്നത്? ആ കാര്യങ്ങളെല്ലാം പറയണ്ടേ ഇതിൻ്റെ ഭാഗം എടുക്കും. അങ്ങനെയെല്ലാം പറയാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്കെടുക്കാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതിന് തൊട്ട് മുമ്പ് പ്രധാനമന്ത്രി മുണ്ടക്കൈ സന്ദർശിച്ചപ്പോൾ ഇതേ കുട്ടി പ്രധാനമന്ത്രി വയ്ക്കുന്ന അതിനുശേഷം പ്രതിപക്ഷ നേതാവ് ഈ കുട്ടിയെ ചേർന്നു. ഇവർ അന്നും ഇന്നും ഗ്യാരണ്ടി നൽകി. ഈ രണ്ട് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും നൽകിയ ഗ്യാരണ്ടികൾ ഇപ്പോഴും തുടരും. ഇത് LDF നൽകുന്ന ഗ്യാരണ്ടി മറ്റു മുന്നണികൾ നൽകുന്ന ഗ്യാരണ്ടികളുടെ വ്യത്യാസം ഈ രണ്ട് അവസാനത്തെ ഭാഗം മനസ്സിലായില്ല. രണ്ട് ഗ്യാരണ്ടികൾ രണ്ട് മുന്നണികൾ നൽകും. ആ മുന്നണികൾ തമ്മിലുള്ള വ്യത്യാസം, അവരുടെ ഗ്യാരണ്ടികളുടെ വ്യത്യാസം എങ്ങനെയാണ്? അത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണല്ലോ. കാരണം കേരളത്തിൽ ഈ മുണ്ടക്കൈ ചൂരൽമല തന്നെ എടുത്താൽ മതിയല്ലോ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്ത ബാധിതർ അവരുടെ അഭിപ്രായം ഞങ്ങൾ കേട്ടു. ഗവൺമെൻറ് പുനരധിവാസം എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച് അവരുടെ അഭിപ്രായം. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളെല്ലാം ഒരു കുടുംബമായി ജീവിക്കുന്നവരാണ്, അതായത് തൊട്ട് ജീവിക്കുന്നവരാണ്. നിങ്ങൾ സഹായം തന്നാൽ, പുനരധിവാസം നടത്തിയാൽ ഞങ്ങൾ പല കൊമ്പത്താവും, ഞങ്ങൾക്കെല്ലാം ഒരിടത്ത് താമസിക്കാൻ സൗകര്യം വേണം. ഇതാണ് അവർ ആവശ്യപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ ടൗൺഷിപ്പ് നടത്താൻ ആലോചിച്ചു, ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഏകപക്ഷീയമായ തീരുമാനമല്ല, ഞങ്ങൾ ഗവൺമെൻറ് എന്നവർക്ക് ചെയ്തത് ഇക്കാര്യത്തിൽ എല്ലാവരും തൽപരരാണല്ലോ. അതുകൊണ്ട് പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്തു. പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചു ചർച്ച ചെയ്തു. എങ്ങനെ ടൗൺഷിപ്പ് വേണമെന്ന കാര്യം തന്നെ പൊതുവായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. ആ ചർച്ചയിൽ വീടുകളുടെ ഓഫറുകൾ വന്നിട്ടുണ്ട്. ഈ വീടിൻ്റെ ഓഫർ ഏത് തരത്തിലാണ് യാഥാർത്ഥ്യമാക്കുക, ഇതും ഞങ്ങൾ പൊതുവെ ചർച്ച ചെയ്തു. അപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു വീടിന് വില നിശ്ചയിക്കുക, എത്ര പൈസ തരണം എന്ന് കാണുക. സർക്കാർ വീട് നിർമ്മിക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും ഏകരൂപത്തിലുള്ള വീട് കൊടുക്കുക, ഒരേ തരത്തിൽ. അപ്പോൾ എനിക്ക് നല്ലത് കിട്ടി, മറ്റേയാൾക്ക് മോശമായി എന്നൊന്നും നിലയുണ്ടാവില്ല. ഒരേ മട്ടിലുള്ള വീടുകളെല്ലാം പൊതുവെ ധാരണയായി. അങ്ങനെ 20 ലക്ഷം രൂപ ഒരു വീടിൽ നിന്ന് കണ്ടു. അപ്പോൾ 100 വീട് പറഞ്ഞവരുണ്ട്, ആ തുക അവർ തരണം. പക്ഷേ ഈ വാഗ്ദാനം വളരെ എളുപ്പമാണല്ലോ. ആ വാഗ്ദാനം നടപ്പാക്കലിലാണല്ലോ പ്രയാസമുള്ളത്. ചിലർ വാഗ്ദാനം നടത്തും, പിന്നെ അതിൽ ഒന്നും ചെയ്തില്ല എന്ന് വരും. അങ്ങനെയുള്ള അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യം അവിടെ തന്നെ വ്യക്തമാക്കി, ഈ വീട് നിർമ്മിക്കാനുള്ള ബാധ്യത സംസ്ഥാനത്തിൻ്റെതാണ്. ഈ പണം നൽകിയാലും നൽകിയില്ലെങ്കിലും സംസ്ഥാനം ആ ബാധ്യത നിറവേറ്റേണ്ടതായിട്ട് വരും. അത് നിറവേറ്റുക തന്നെ ചെയ്യും. അത് പറഞ്ഞത് ഈ പണമെല്ലാം തരുമോ എന്നുള്ള സംശയം കൊണ്ട് തന്നെയായിരുന്നു. ആ സംശയമാണ് പിന്നീട് യാഥാർത്ഥ്യം. ഇവരെല്ലാം കൂടെ നിന്നവരായിരുന്നു. ആദ്യം
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തെറ്റി. അവർ സ്വന്തമായിട്ട് സ്ഥലമെടുത്ത് വീട് നിർമ്മിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കും, ഇതെന്താ ഇങ്ങനെയൊരു നില വന്നത്, നമ്മളിങ്ങനെ എല്ലാവരും കണ്ടിരുന്നത്? അതിന് വലിയ മറുപടിയില്ല. അപ്പോൾ കോൺഗ്രസ് എന്നുള്ള നിലക്ക് അവരെ ഓഫർ ചെയ്ത വീട് അതിനുള്ള പണം കിട്ടുമെന്നാണ് കണക്കാക്കുന്നത്. പക്ഷേ അവരെ പണത്തിൻ്റെ സ്ഥിതി ഇപ്പം കണ്ടല്ലോ. പണം എവിടെയാന്നൊരു പിടിയില്ലല്ലോ. പണം അവർക്ക് തരാൻ കഴിയും. ഇവിടെ വാഗ്ദത്തം പറഞ്ഞ് അതിൻ്റെ ഭാഗമായി വീട് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയല്ലോ. സർക്കാരിൻ്റെ കാര്യത്തിൽ അത് പറ്റില്ല. സർക്കാർ നടപടികൾ തീരുകയല്ലേ, തുടങ്ങുകയല്ലേ, വീടുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ പണവും കൊടുക്കണമല്ലോ. പണം കൊടുത്ത സംഘടനകളുണ്ടല്ലോ. ഇപ്പോൾ 100 വീട് നൽകുന്നു എന്ന് പറഞ്ഞ് DYFI അതിൻ്റെ പണം അപ്പോൾ തന്നെ ഏൽപ്പിച്ചല്ലോ. അങ്ങനെ ഏൽപ്പിച്ച കുറേ സംഘടനകളുണ്ടല്ലോ നാട്ടിൽ. ഇവർ ഇപ്പം മനസ്സിലാക്കുന്നത് പണം കയ്യിലില്ല, അപ്പോൾ നല്ല വഴി ഞങ്ങൾ തന്നെ വീട് നിർമ്മിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് അവരങ്ങ് മാറി. ഇതല്ലേ ഗ്യാരണ്ടി? ഏത് ഗ്യാരണ്ടിയെ പറ്റിയാണ് പറയുന്നത്? ഇപ്പോൾ BJP ഇവിടെ നമ്മുടെ ഈ പറയുന്ന പാവങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ എന്താണ് സഹായം നൽകിയത്? മുണ്ടക്കൈ ചൂർമലയുമായി ബന്ധപ്പെട്ട് അർഹമായ സഹായം തന്നോ? അവരുടെ ഗ്യാരണ്ടി എവിടെയുണ്ടായി? ഈ UDFൻ്റെ ഗ്യാരണ്ടി ഈ തരത്തിലല്ലേ? ഇവിടെ പിരിച്ച പണത്തിന് കണക്കില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ അനുഭവത്തിലുള്ളതല്ലേ. പക്ഷേ LDF സർക്കാർ പറഞ്ഞ ആ കാര്യം അത് അക്ഷരം പ്രതി യാഥാർത്ഥ്യമായിരിക്കില്ലേ? അന്ന് എല്ലാവരും എന്ത് സന്തോഷത്തിലായിരുന്നു. ആ സന്തോഷത്തിൽ തന്നെയല്ലേ അവരിപ്പോഴും നിൽക്കുന്നത്. LDF ഗവൺമെൻറ് പറഞ്ഞ വാക്ക് പൂർണ്ണമായി പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും. അപ്പോൾ പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ നൽകിയ ഗ്യാരണ്ടി അത് പ്രാവർത്തികമാക്കുന്നതാണ് LDFൻ്റെ രീതി. മറ്റവർ എല്ലാം പറയും, ഒന്നും നടപ്പാകില്ല എന്നതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. കൈമാറണം സർക്കാരിന് ആവശ്യപ്പെട്ടിരുന്നു, തന്നില്ല, അതുകൊണ്ടാണ് വൈകുന്നത് എന്നാണ് പുതിയ ന്യായമായി പറയുന്നത്. അങ്ങനെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീരെ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ എന്താ അതിനെപ്പറ്റി പറയാ? അല്ല, എന്താ അതിന് പറയാ? സാധാരണ നല്ല ഭാഷയിലാണെങ്കിൽ വസ്തുതാവിരുദ്ധം എന്ന് പറയാം അല്ലേ? യഥാർത്ഥത്തിൽ അത്തരമൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല, അത്തരമൊരു പ്രശ്നമേ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ചർച്ച ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന ഭൂമി ഏറ്റെടുക്കലിനെ പറ്റിയാണ്. ആ ഏറ്റെടുത്ത ഭൂമിയിൽ നിന്ന് വീടിന് സ്ഥലം കൊടുക്കലല്ല. ഞങ്ങൾ ചർച്ച ചെയ്തതെന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ പണം തരുന്നവരുണ്ടല്ലോ, ആ പണം തരുന്നവരുടെ അവരുടെ വീടാണ് ഇതെന്ന് പറഞ്ഞിട്ട് വീട് കൊടുക്കില്ല. അത് ഈ താമസിക്കുന്നവർക്കൊരു വിഷമല്ലേ, ഇന്നയാളെ വീടാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ലല്ലോ, അവരെ സ്വന്തം വീടായിട്ടല്ലേ വരുന്നത്. എന്നാൽ ഇതിന് ഇന്നയാളൊക്കെ സഹായിച്ചിട്ടുണ്ട്, ഇത്ര സഹായിച്ചിട്ടുണ്ട് എന്ന് ചെന്ന് കയറുന്ന അവിടെ തന്നെ ഒരു വലിയ ഫലകം നമ്മൾ വെക്കുന്നു. അവിടെ നമ്മൾ കുറിച്ച് വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഞങ്ങൾ അംഗീകരിച്ച കാര്യമാണ്, പരസ്പരം അംഗീകരിച്ച കാര്യമാണ്. അത് മറന്നുപോയതായിരിക്കില്ല. ഇപ്പോൾ എന്തെങ്കിലും പറയേണ്ട ഒരു ന്യായം അതിനുവേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. അത് വസ്തുതാവിരുദ്ധമാണ്, കുറച്ച് ഹാർഷായി പറഞ്ഞാൽ പച്ചക്കള്ളമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. ഇവിടെ അല്ല, ഇനി പറ്റില്ല. ഇനി നാളെ കൊല്ലത്ത് മാധ്യമപ്രവർത്തകരെ കാണുന്നതിനിടെ എന്തായാലും വികസനം തന്നെയാണ് ഇന്ന് ചർച്ചയാക്കി മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. അതിനിടെ പ്രതിപക്ഷത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ്. എന്തായാലും ചില ചോദ്യങ്ങളോട് പറയുമ്പോൾ അദ്ദേഹം ഉദാഹരണമായി വയനാട്ടിലെ വിഷയം തന്നെ ചൂണ്ടിക്കാണിച്ചാണ് പറഞ്ഞത്. ആർക്കും സ്ഥലം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പല ഇടത്തായി പറഞ്ഞ ആ ഒരു പരാമർശമുണ്ട്. അതായത് നേരത്തെ സ്ഥലം നൽകാമെന്ന് പറഞ്ഞ സർക്കാർ സ്ഥലം നൽകാത്തപ്പോഴാണ് ഇത്തരം വൈകാനുള്ളൊരു കാരണമെന്ന് VD സതീശൻ പറഞ്ഞതിനെ ചൂണ്ടിക്കാണിച്ചു.
ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിൽ നുണ പറയുകയാണെന്ന് തന്നെ അദ്ദേഹം പറയുന്നത്. അല്പം മാന്യമായ ഭാഷയിൽ വേണമെങ്കിൽ വസ്തുതാവിരുദ്ധം എന്ന് പറയാം, അല്ലാത്തപ്പോൾ ഇത് പച്ചക്കള്ളമെന്ന് തന്നെയാണ് പറയാനാവുക എന്ന് മുഖ്യമന്ത്രി പറയുന്നു.